കേരളം സാമൂഹ്യമായും രാഷ്ട്രീയമായും ഉയർത്തെഴുന്നേറ്റ ഒരു നൂറ്റാണ്ടിൻ്റെ നായകനായിരുന്നു EMS. ഒരു ആയുഷ്കാലം മുഴുവൻ അടിസ്ഥാന വർഗ വിമോചനത്തിനായി സമർപ്പിച്ച ആ ഇതിഹാസ ജീവിതം അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും പിന്നീട് CPIM-ൻ്റെയും ജനറൽ സെക്രട്ടറി ആയിരുന്ന EMS-ൻ്റെ ഓർമ്മകളും ഈ സമ്മേളനത്തിൻ്റെ ആവേശമാണ്. കുന്തിപ്പുഴയുടെ തീരത്ത് നിന്നും ഒഴുകിത്തുടങ്ങിയ മറ്റൊരു പുഴ, മലയാളിയെ ആമഗ്നം സ്പർശിച്ചൊഴുകിയ ഇതിഹാസം. കേരളം അതിന്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം ഉച്ചരിച്ച നാമധേയം സഖാവ് EMS. നാരായണ ഗുരുവിന് ശേഷം കേരളം കണ്ട യുഗപുരുഷൻ, നാരായണ ഗുരു ഏറ്റെടുത്ത ചരിത്ര നിയോഗത്തിന്റെ തുടർച്ച തന്നെയായിരുന്നു സഖാവ് EMS നടന്നു തീർത്ത കേരളം. നമ്പൂതിരിയെ മനുഷ്യനാക്കാൻ നടത്തിയ സാമുദായിക വിപ്ലവത്തിന്റെ ഞാറ്റടിയിൽ നിന്ന് സ്വാതന്ത്ര്യ സമരത്തിലേക്ക്, പിന്നെ കോൺഗ്രസിന്റെയും കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെയും തലപ്പത്ത് തൊഴിലാളി കർഷകാദി ബഹുജനങ്ങളുടെ വിപ്ലവ പ്രസ്ഥാനങ്ങളും അവയ്ക്ക് പിന്തുണ നൽകുന്ന ഇടതുപക്ഷ മതനിരപേക്ഷ ജനാധിപത്യ പാർട്ടികളും നടത്തുന്ന പ്രവർത്തനം കൂടുതൽ ശക്തമാക്കുകയാണ്. രാജ്യം കണ്ട വലിയ കമ്മ്യൂണിസ്റ്റ് മുന്നേറ്റങ്ങളുടെ എല്ലാം സമുന്നത നേതാവും പരമാചാര്യനും EMS സഞ്ചരിച്ച നൂറ്റാണ്ട് കേരള ചരിത്രത്തിൽ മാത്രമല്ല ലോക ചരിത്രത്തിൽ തന്നെ തലയുയർത്തി നിന്നു. 3 തുണ്ടായി തിരിഞ്ഞ കേരളം ഭാഷയുടെ അടിസ്ഥാനത്തിൽ ഒരു ഏകീകൃത ദേശീയതയായതിന്റെ പിന്നിലും EMS-ന്റെ ഭീഷണിയുണ്ട്. കേരളം മലയാളികളുടെ മാതൃഭൂമി. അതിന്റെ ആദ്യത്തെ ചുവടായിരുന്നു ഒരു ലോകമഹാസംഭവമായ 57-ലെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ. കാർഷിക ഭൂബന്ധങ്ങളിലും വിദ്യാഭ്യാസത്തിലും തുടങ്ങിയ ആ പരിവർത്തന മുന്നേറ്റത്തിൽ നിന്നാണ് ആധുനിക കേരളത്തിന്റെ പിറവി. അടിസ്ഥാന മാറ്റങ്ങളുടെ എല്ലാം ആരംഭം. അതില്ലെങ്കിൽ ഇന്നത്തെ ഈ കേരളമില്ല. ആകാശത്തോളം ഔന്നത്യവും ആഴക്കടലിനോളം അഗാധതയുമുള്ള അതുപോലൊരു ജീവിതം EMS-ന് മുമ്പോ പിമ്പോ കേരളം അതുപോലെ കണ്ടിട്ടില്ല. ചരിത്രം ഇത്ര ശ്രദ്ധയോടെ ചെവി കൊടുത്ത മറ്റൊരു ചരിത്ര പുരുഷനുമില്ല. രാജ്യം വർഗീയ ഫാസിസത്തിന്റെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള ആത്യന്തിക പോരാട്ടത്തിലേക്ക് കടക്കുമ്പോൾ EMS-ന്റെ ഓർമ്മയും ഒരു പ്രകാശ ഗോപുരമാണ്. ബിജു മുത്തത്തി, കൈരളി ന്യൂസ്.